കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി KA ജോയ് അവകാശപ്പെട്ടു. നിലവിലെ UDF ഭരണസമിതിയുടെ അഴിമതിക്കും പക്ഷപാതത്തിനുമെതിരെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. അതിനായി മികച്ച സ്ഥാനാർത്ഥി നിരയാണ് LDFനുള്ളതെന്ന് CPM ഏരിയ സെക്രട്ടറി KA ജോയ് പറഞ്ഞു. പരിചയസമ്പത്തുള്ളവരും പുതുമുഖങ്ങളും സ്ഥാനാർത്ഥികളാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 16 ഡിവിഷനുകളിലേക്കും ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും വിലയിരുത്തുമ്പോൾ സമൂഹത്തിലെ നാനാ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാർക്ക് ഏറെ പ്രാധാന്യവും ഈ പാനലുണ്ട് എന്നുള്ളതും ഒരു വലിയ സവിശേഷതയാണ്. നിലവിലെ UDF ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജനങ്ങൾ പ്രതികരിക്കും. UDF ഭരണസമിതി ചില വാർഡുകളിൽ മാത്രമാണ് ഫണ്ട് ചെലവഴിച്ചതെന്നും KA ജോയ് ആരോപിച്ചു. നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ നെറുകേടിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായിട്ടുള്ള വികാരം പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നടപടികളെ സംബന്ധിച്ചും അതിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വികസന പദ്ധതികളെ സംബന്ധിച്ചുമെല്ലാം ഈ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചില വാർഡുകളിൽ മാത്രം, ഡിവിഷനിൽ മാത്രം വികസനം കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് നിലവിലുള്ള ഭരണസമിതിയുടെ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ശക്തമായിട്ടുള്ള വികാരം പൊതുസമൂഹത്തിൽ നാനാ മേഖലകളിലുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ്. GTV ന്യൂസ്, കോതമംഗലം.